നമസ്തേ. അമ്മയുടെ രാമായണ പാരായണം ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്നത്തെ രാമായണ പാരായണം തുടങ്ങും. അപ്പോൾ രാമായണ പാരായണത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ കർക്കിടക മാസം, കൂടുതലും കർക്കിടക മാസത്തിന് ദുരന്തങ്ങളുടെയും അതുപോലെ ഒരുപാട് എന്തുവാണ് ഇപ്പം തന്നെ പ്രളയം വന്ന് അതുപോലുള്ള ഓരോ അപകടങ്ങളുടെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതിനാണ് നമ്മുടെ പൂർവികർ നാമം ചെല്ലണം, അല്ലെ ശ്രീരാമനാമം ജപിക്കണം എന്നൊക്കെ അവർ അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം അതനുസരിച്ച് നമ്മൾ നാമങ്ങൾ അങ്ങനെ ചെല്ലുന്നു. ചിലർ കർക്കിടക 1 അന്ന് മാത്രം അങ്ങനെ ഒന്ന് ചെല്ലിയിട്ട് പിന്നെ നിർത്തും. അത് പോരാ. നമ്മൾ കർക്കിടക മാസം മുഴുവനും ഒന്നുമില്ലെങ്കിലും ഏകശ്ലോകി രാമായണമെങ്കിലും അല്ലേ വിളക്ക് കത്തിച്ച് അതെങ്കിലും ചെല്ലുവാണെങ്കിൽ എത്ര നല്ല. അല്ലെങ്കിൽ ഏത് നമ്മൾ ഭഗവാനെ വിളിക്കുക, രാമനാമം കർക്കിടക മാസത്തിലെ അല്ലേ ഉള്ളു രാമമന്ത്രങ്ങൾ ചെല്ലുക. അപ്പോൾ അല്ല പ്രധാനമായിട്ടും കർക്കിടക മാസത്തിലാണ് രാമമന്ത്രങ്ങൾ. സുന്ദരകാന്ഡം പക്ഷെ നമുക്ക് എപ്പോഴും ജപിക്കാം. സുന്ദരകാന്ഡം, അതിലെ സുന്ദരകാന്ഡം ഭാഗം, ആ ഭാഗത്തിന്റെ പ്രത്യേകത എന്തോ അമ്മ? സുന്ദരകാന്ഡത്തിന്റെ പ്രത്യേകത ഏറ്റവും നല്ല ഭാഗമാണ് സുന്ദരകാന്ഡം. അത് എപ്പോഴും ജപിക്കാന്നാണ് അമ്മ, എപ്പോഴും ചെല്ലാം അമ്മയാണ്. ഞാൻ കൃഷ്ണ ഭഗവാന്റെ ഒരു പാട്ടപ്പം ഒന്ന് അമ്മ അത് അപ്പൊ രാമായണത്തിന്റെ ഏതോ ഒരു ഇതെടുക്കുന്നുണ്ട് അമ്മ. അപ്പൊ അതുവരെ ഞാൻ കൃഷ്ണ ഭഗവാന്റെ ഒരു പാട്ട് പാടുക, ഏകശ്ലോകി രാമായണം. അപ്പൊ ഞാൻ കൃഷ്ണ ഭഗവാന്റെ ഒരു 2 കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമങ്ങേതുമറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തീരിയ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നീതു ചിലർ. മനുജ്ഞാനിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കയാൽ. കൃഷ്ണ അമ്മ ഒരുമിച്ച് പാടമ്മ.
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പോൾ അടുത്തത് അമ്മ ചൊല്ലിക്കമ്മ. ഭക്തി മാർഗത്തിന്റെ 9 പടികൾ എന്ന് പറയുന്ന അത് അമ്മ ഇപ്പോ ചെല്ലുന്നതായിരിക്കും. ചൊല്ലിക്കമ്മ. ശാഖവനതു കേട്ട് ശബരിയോടു ചെന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനോ ജഗത്രയെ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോധാന വേദാധ്യയന ക്ഷേത്രോപവാസായാഗാധ്യാഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല. എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നു കൊണ്ടു ഒരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മത്കഥാലാഭം രണ്ടാം സാധനം, മൂന്നാമതും മദ്ഗുണോ മദ്ഗുണേരണം, പിന്നെ മദ്ഗജോ വാക്യാതൃത്വം മത്കഥാജാതാചര്യോപാസന അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്ന ഉള്ളതാറാമതും മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ഹരിച്ചുകൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേൾ. ഒൻപതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം ഉക്തമായിതു ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. ഭക്തിമാർഗത്തിന്റെ 9 പടികളാണ് ഭക്തി മാർഗത്തിന്റെ 9 പടികളാണ് അമ്മ ഇപ്പോൾ ചൊല്ലിയത്. ഇനി ഇതിനു ശേഷം അമ്മ രാമായണം ചൊല്ലാനായിട്ടുള്ള അതിനായിട്ട് റെഡിയാകുകയാണ് അല്ലേ അമ്മ? അത് കുറച്ച് കഴിഞ്ഞുള്ള കുറച്ചുകൂടെ കഴിയുമ്പോൾ അമ്മ രാമായണം ചെല്ലാന്ന് പറഞ്ഞു. പിന്നെ ഈ അമ്മ ചെല്ലുന്ന ഒരു ഇതുണ്ടല്ലോ, നാരായണീയത്തിന് ചെല്ലുന്ന അതിന്ന് ചെല്ലാൻ നോക്കണം കേട്ടോ. പിന്നെ നാരായണീയം പഠിക്കേണ്ടവർക്ക് വേണേ നാരായണീയം പഠിക്കാനായിട്ട് അമ്മ ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. തുടങ്ങാവോ അമ്മ? ഇതിന് ശേഷം വേണേ അപ്പൊ ചിങ്ങത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആർക്കും നാരായണീയം പഠിക്കണമെങ്കിൽ പിന്നെ നേരിട്ട് വേണേലും വന്ന് ഇവിടെ പഠിക്കാം. കരുനാഗപ്പള്ളിയിലാണ്. അപ്പൊ എന്റെ മെസ്സഞ്ചറിൽ അയച്ചാൽ മതി അല്ലേ അമ്മ? നാരായണിയൊക്കെ അമ്മ എല്ലാം ഫ്രീ ആയിട്ടാണ്. എല്ലാം ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഒരു നാരായണി അപ്പൊ ഒരു ഗ്രൂപ്പായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് നാരായണീയ സ്തുതി അമ്മ ചെല്ലാനായിട്ട് പോവുകയാണ്. നാരായണീയ സ്തുതി അമ്മ ഇപ്പോൾ ചെല്ലുന്നതായിരിക്കും. ഇനി സ്റ്റുഡിയോ മുകളിലുണ്ട്. അപ്പൊ അമ്മ അവിടെ അല്ലെ റെക്കോർഡ് ചെയ്യാ. അപ്പൊ ഇപ്പൊ ഇത് ഗോപാലകൃഷ്ണന്റെ അക്ഷരദേഹമാണി ദിവ്യ നാരായണീയം. ഒന്നോ നോകർന്നീടിൽ മോക്ഷത്തെ നൽകുന്ന ശുദ്ധമാം ബ്രഹ്മത്തിൽ ജ്ഞാനം സാന്ദ്രാനന്ദാവബോധം. ഗോപികമാരുടെ പ്രേമാശ്രുധാരയിൽ പാദം കഴുകുന്ന തീർത്ഥം. ശ്രീകൃഷ്ണ പാദം കഴുകുന്ന തീർത്ഥം. ശ്ലോകമോ
അർച്ചന ചെയ്യുന്നു ഭട്ടതിരിപ്പാടു കണ്ണാ നിത്യം ഭട്ടതിരിപ്പാടു കണ്ണാ ഓരോ മനസ്സിനെ അമ്പാടിയാക്കുമി ദിവ്യമാം നാരായണീയം വാരിച്ചൊരിയുന്ന പുണ്യങ്ങൾ നേടുവാൻ പാടുക നാരായണീയം പാടുക നാരായണീയം വേദാന്ത സാരത്തെ കൈക്കുമ്പിളിലാക്കി നൽകുമീ നാരായണീയം കണ്ണന്റെ പുഞ്ചിരി എപ്പോഴും കാണുവാൻ നാരായണീയം തുറക്കൂ നിങ്ങൾ നാരായണീയം തുറക്കൂ തൂവെണ്ണ തിന്നുന്ന കണ്ണന്റെ സൗന്ദര്യം ആവോളമാസ്വദിച്ചിടൂ നിങ്ങൾ ആവോളമാസ്വദിച്ചിടൂ 92 ദശകങ്ങൾ തീരുമ്പോൾ കണ്ണനിരിക്കും മടിയിൽ പാൽ പുഞ്ചിരി തൂകിയിരിക്കും 100 ദശകങ്ങൾ തീരുമ്പോൾ കണ്ണന്റെ പാദത്തിൽ സായുജ്യം നൽകും സാക്ഷാൽ വൈകുണ്ഠലോകവും കാണാം നാരായണീയം കുടിക്കുവിൻ നിങ്ങള ഗോപാലകൃഷ്ണനിൽ ചേരൂ ഗോപാലകൃഷ്ണനിൽ ചേരൂ 100 ദശകങ്ങൾ ഹാരങ്ങളായിത കണ്ണന്റെ മാറിൽ ലസിപ്പൂ സാക്ഷാൽ ഗുരുവായൂരപ്പനിൽ കാണോ ഗുരുവായൂരപ്പനിൽ കാണോ ഈ പുണ്യനാരായണീയം നുകരുവാൻ എന്നെ അനുഗ്രഹിക്കില്ലേ കണ്ണ ശ്രീപാദതീർത്ഥം തരില്ലേ ശ്രീപാദതീർത്ഥം തരില്ലേ ഗോപാലകൃഷ്ണന്റെ അക്ഷരദേഹമാണി ദിവ്യ നാരായണീയം ഒന്നു നുകർന്നീളിൽ മോക്ഷത്തെ നൽകുന്ന ശുദ്ധമാം ബ്രഹ്മത്തിൽ ജ്ഞാനം സാക്ഷാത് സാന്ദ്രാനന്ദാവബോധം സാന്ദ്രാനന്ദാവബോധം ഹരേ കൃഷ്ണ സാന്ദ്രാനന്ദാവബോധം ഭഗവാന്റെ പാദത്തിൽ ഇത് സമർപ്പിക്കുന്നു അല്ലേ അമ്മ? നമസ്തേ.